അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദാശംസകൾ. ഇപ്രാവശ്യത്തെ പെരുന്നാൾ നമ്മൾ വീട്ടിലല്ല കേട്ടോ ആഘോഷിച്ചത്, എൻ്റെ നാത്തൂൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളത് രാവിലെ തന്നെ അവിടെ എത്തിയിട്ടോ. പാചകത്തിൻ്റെ തിരക്കിലാണേ. എല്ലാ പെരുന്നാളിനും ബിരിയാണിയല്ലേ, ഈ പ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കണമെന്ന് പിള്ളേർക്ക് ഒരേ വാശി കേട്ടോ. അങ്ങനെ നമ്മൾ ഈ പ്രാവശ്യം കുഴിമന്തി ആക്കി കേട്ടോ. 4 കിലോ കുഴിമന്തിയാണ് കേട്ടോ നമ്മൾ ഈ പ്രാവശ്യം വെക്കുന്നത്. നമ്മൾ ഇറച്ചി സെറ്റാക്കി മാറ്റി വെച്ചു കേട്ടോ. അപ്പം അതേ റൈസിൻ്റെ പരിപാടിയൊക്കെ നടക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിലൊക്കെ എന്താ ബിരിയാണിയാണോ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കുഴിമന്തിയുടെ റെസിപ്പി ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിന് നിങ്ങൾ എന്ത് വേണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ കുഴിമന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ സൈഡ് ഡിഷായിട്ടുള്ള മയോണൈസും ടൊമാറ്റോ സോസും ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. നമ്മുടെ റൈസ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ റെസിപ്പി പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ നമ്മളെ കുട്ടികളൊക്കെ കഴിക്കാനിരുന്നു കേട്ടോ. നമ്മുടെ സ്വന്തം അയനക്കുട്ടിയും മെഹറക്കുട്ടീൻ്റെ ലെഗ് പീസ് കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അതിന് ശേഷം നമ്മുടെ മക്കൾസ് എല്ലാം വന്നിട്ടുണ്ട്, അവരും എല്ലാവരും കഴിക്കുകയാണ് കേട്ടോ. ഇതിന് ശേഷം നമ്മുടെ അയനക്കുട്ടിയുടെ മെഹറക്കുട്ടിയുടെ നല്ല അടിപൊളി ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈ പ്രാവശ്യത്തെ പെരുന്നാൾ ഞങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങളും അടിച്ചു പൊളിച്ചോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.